അങ്ങനെ മുആവിയ എഴുതിയ ചരിത്രം, മുആവിയ ഉണ്ടാക്കിയ ഇസ്ലാം, ആ ഇസ്ലാമിൽ അലിയാർ തങ്ങൾക്കോ അലിയാർ തങ്ങളുടെ കുടുംബത്തിലോ പ്രവാചകൻ്റെ പ്രമുഖരായ അനുയായികൾക്കോ സ്ഥാനമില്ല. അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളും കേൾക്കുമ്പോൾ അദ്ദേഹം ഷിയാക്കളുടെ ഒറിജിനൽ ഏജൻ്റായി ഇവിടെ നിൽക്കുകയും എന്നിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു പരിഷ്കർത്താവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഹദീസിലേക്ക് ഒന്നും കൂടി ശുദ്ധീകരിക്കാൻ വന്ന ഒരു വലിയ ഒരു മുഹദ്ദിസിൻ്റെ വേഷത്തിലൊക്കെ വന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ശരിയായ ഷിയായിസത്തിലേക്ക് ഇദ്ദേഹം നേർക്കുനേർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുആവിയ മതം എന്ന് പറഞ്ഞൊരു മതമില്ല, അലി മതം എന്ന് പറഞ്ഞ മതമില്ല. എന്നാൽ CH മുസ്തഫ മതം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മതമുണ്ട്, നമുക്ക് എന്താക്കേണ്ടി വരും, പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞു ഷിയാക്കൾ എല്ലാ കാലത്തും പിന്നെ അഹ്ലുസുന്നയെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അത് സംഘങ്ങളായിട്ട് ചില വ്യക്തികളായിട്ടൊക്കെ പലപ്പോഴും അങ്ങനെ രംഗത്ത് വരാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് പിന്നെ അങ്ങനെ പരിഷ്കരണ വാദങ്ങളൊക്കെയായി വന്ന ഒരു വ്യക്തി, നമ്മൾ കഴിഞ്ഞ പ്രൂഫ് പോയിന്റിലും അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. CH മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം നടത്തിയ ഒരു സംസാരത്തിൽ ശരിക്ക് ഇസ്ലാം എന്നത് ഒരു രണ്ട് ഇസ്ലാമായി ഇന്ന് നിലനിൽക്കുന്നത് ഒരു പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം. നമുക്ക് ആ ഒരു ക്ലിപ്പ് കേട്ടുകൊണ്ട് ആ ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാം മതം അത് മുആവിയൻ മതമാണ്, മുആവിയ ഉണ്ടാക്കിയ മതമാണ്. മുആവിയ ഉണ്ടാക്കിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം എന്ന നിലക്ക് പഠിപ്പിക്കുന്നത്. നമ്മുടെ മദ്രസകളിൽ താരീഖ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് താരീഖ് മുആവിയയാണ്. അങ്ങനെ മുആവിയ എഴുതിയ ചരിത്രം, മുആവിയ ഉണ്ടാക്കിയ ഇസ്ലാം, ആ ഇസ്ലാമിൽ അലിയാർ തങ്ങൾക്കോ അലിയാർ തങ്ങളുടെ കുടുംബത്തിലോ പ്രവാചകൻ്റെ പ്രമുഖരായ അനുയായികൾക്കോ സ്ഥാനമില്ല. അതൊന്നും അവരെവിടെയും പറയുകയില്ല. ശരിക്കും അങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ? മുആവിയ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം, അലി റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകളാണ് ഷിയാക്കൾ. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിവേര് നോക്കിയാണ് അവർ കത്തിവെക്കുക. ഇപ്പോൾ ഇയാളുടെ പ്രസംഗങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ബാക്കിയായിക്കൊണ്ടുള്ള ഭാഗത്ത് നോക്കിയാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ വരെ ചീത്ത വിളിക്കുന്ന രൂപത്തിലാണ് ചില സംസാരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഇത് റസൂലുള്ളാഹിൻ്റെ ഒരു പ്രവചനമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ പറഞ്ഞു വെച്ചത് ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങളെൻ്റെ സഹാബിമാരെ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞത്. കാരണം സഹാബിമാരെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് നിഫാഖാണ്. സാധാരണഗതിയിൽ ഒരു വിശ്വാസിയെ തന്നെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, അഥവാ ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് പോലും ഫുസൂഖ് അഥവാ ഫിസ്ഖ്, തമ്മാടിത്തരമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെയാണ് മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, മുആവിയ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാണ്. അതുപോലെ തന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. മാത്രമല്ല ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സഹാബി വനിതയാണ്. ഇവരെ മൂന്ന് പേരെയും ഈ മനുഷ്യൻ ആ രൂപത്തിൽ വളരെ മോശമായിട്ടാണ്, അഥവാ അഹ്ലുബൈത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നവരാണ് ഈ മൂന്ന് പേരെന്നൊക്കെ പറയുമ്പോൾ, ഇയാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഷിയാക്കൾ, ജൂത സൃഷ്ടിയായ സബഇ സന്തതികൾ എന്ന് വേണമെങ്കിൽ പറയാം, സബഇകളായ ആളുകൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഇസ്ലാമിനെയാണ്. ഒരിക്കലും തന്നെ അത് ഇസ്ലാമല്ല. ഇസ്ലാം അതിൻ്റെ ഇസ്സത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി ജൂതൻ കടത്തിവിട്ട അബ്ദുല്ലാഹിബിനു സബഇ എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയത്തെ പിൻപറ്റിക്കൊണ്ടാണ് ഇയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം മുആവിയൻ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു ഇസ്ലാമില്ല, അലി ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു ഇസ്ലാമില്ല. മുആവിയ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒക്കെ പഠിപ്പിച്ചത് ഒരേ ഇസ്ലാമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടയിലും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടയിലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഉണ്ടായി വന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ ആദ്യം പിടികൂടി അവരുടെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കുകയാണോ വേണ്ടത്, അതല്ല നാട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം അവരെ പിടികൂടുകയാണോ വേണ്ടത് എന്ന വിഷയത്തിൽ വന്നൊരു അഭിപ്രായ ഭിന്നത. ആ അഭിപ്രായ ഭിന്നതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നബിയുടെ നുബൂവത്തിൻ്റെ അടയാളമായി കൊണ്ടാണ് പണ്ഡിതന്മാർ എണ്ണുന്നത് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും തന്നെ ഈ മനുഷ്യനെ പോലെയുള്ള ആളുകൾ ദീന് പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല,
ദീനിൻ്റെ ഒരു അസുലും അറിയുകയില്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരിഷ്കരണം എന്ന് പറഞ്ഞ് ഇത്തരം ആളുകളൊക്കെ പറയുന്നത് ഒന്നുകിൽ ഹദീസ് നിഷേധമായിരിക്കും, അതല്ല എങ്കിൽ യഥാർത്ഥ അഹ്ലുസുന്നയുടെ അഖീദ പൊളിച്ചുകൊണ്ട് അതിന് പകരം ഷിയായിസം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കലായിരിക്കും ഇവരുടെ പരിഷ്കരണം എന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ താബിഈ പണ്ഡിതന്മാരുടെ നേതാവായ അമീറു താബിഈൻ എന്ന പേരിൽ അറിയപ്പെട്ട ആളാണല്ലോ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ല. അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ലയോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമയാണോ അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയാണോ പദവി കൊണ്ട് നല്ലത് അല്ലെങ്കിൽ ശ്രേഷ്ഠൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്, വല്ലാഹി ഇന്നൽ ഉബാർ അല്ലദി ദഖല ഫി അൻഫി മുആവിയത മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു മിൻ ഉമറ ബി അൽഫി മറ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുആവിയ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കിൽ പ്രവേശിച്ചിട്ടുള്ളൊരു പൊടി, ആ പൊടിക്കുണ്ട് എന്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയേക്കാൾ 1000 മടങ്ങ് പദവിയുണ്ട്. മാത്രമല്ല ഷെയ്ഖ് പറയേണ്ടത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്ന് നിസ്കരിച്ച വ്യക്തിയാണ്. നബി സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സ്ഥലങ്ങളിലേക്കും അമീറായിക്കൊണ്ട് നിശ്ചയിച്ച വ്യക്തിയാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹി രേഖപ്പെടുത്തുന്ന വ്യക്തിയായിരുന്നു മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഇപ്പോൾ ഈ ഖാലിൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെട്ട സഹാബിയാണ്. അപ്പോൾ ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബം അഥവാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഹിന്ദ് റളിയല്ലാഹു അൻഹ, ഇവരെയൊക്കെ കള്ളനും അതുപോലെ തന്നെ ഇവരൊക്കെ മോശക്കാരുമാണ് എന്ന് പറയുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ ഒരു ഭാഗം മൊത്തം പൊളിഞ്ഞു പോവുകയാണ്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു കുത്താബുൽ വഹിയാണ്. ഇപ്പോൾ ഇയാൾ തന്നെ പറയുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു നബിയുടെ ഒന്നാമത്തെ വഹിയായ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എഴുതി വെച്ചത് അലി റളിയല്ലാഹു അൻഹു ആണെന്നാണ്. മാത്രമല്ല നബിയുടെ അവസാനത്തെ വഹിയായി കൊണ്ട് വന്നിട്ടുള്ള വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറഞ്ഞ ഭാഗവും എഴുതി വെച്ചത് അലി റളിയല്ലാഹു അൻഹു ആണെന്നാണ്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം പറയാൻ വേണ്ടി അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ എന്ന് പറഞ്ഞൊരു കള്ള പ്രമാണം, അത് കള്ള ഹദീസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഒരിക്കൽ പോലും തെളിയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു കെട്ടുകഥ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ കെട്ടുകഥ പറഞ്ഞിട്ട് വേണ്ട അലി റളിയല്ലാഹു അൻഹുവിനെ മഹത്വപ്പെടുത്താൻ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ആ പോയിന്റിൽ തന്നെ ഇപ്പൊ നബിയുടെ ആദ്യത്തെ വഹി ഇഖ്റ ബിസ്മി ആണെന്ന് അദ്ദേഹത്തിന് കിട്ടി. അതെ, അത് കിട്ടി. അതും ഇനി കൊണ്ടുവരാനുണ്ടെങ്കിൽ ഷിയാക്കൾ എഴുതി വെച്ച ഏതെങ്കിലും രേഖ ഉണ്ടാവും. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീലമ്പടനാക്കി പരിചയപ്പെടുത്തുന്നു എന്നാണ് ഇയാൾ വാദിച്ച മറ്റൊരു വാദം. ഇതൊക്കെ ഷിയാക്കളുടെ വാദം. എന്നാൽ ഈ ഷിയാക്കളാണെങ്കിലോ മുത്തഅയുടെ പിന്നാലെ ഓടുകയാണ്. 4 സ്ത്രീകളുമായി കൊണ്ട് മുത്തഅയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെത്തിയെന്നാണ്. ആലോചിച്ച് നോക്കണം. അതായത് ഇവിടെ ഒരു ഭാഗത്ത് ഒരു സഹാബിയെ അടിച്ച് തറ പറ്റിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ അവരുടെ യഥാർത്ഥ അക്കീദുണ്ട് ഷിയാക്കളുടെ. ആ അക്കീദ മറച്ച് വെച്ച് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, അലി റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനത്തിൻ്റെ ഇസ്ലാം, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിൻ്റെ ഇസ്ലാം എന്നൊക്കെയുള്ള രൂപത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇവരൊക്കെ പഠിപ്പിച്ചത് ഒരൊറ്റ ഇസ്ലാമാണ്. 2 ഇസ്ലാം ഇവിടെ ഇല്ല. 2 ഇസ്ലാമില്ല, ഒറ്റ ഇസ്ലാമേ ഉള്ളൂ. ആ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ് ഷിയാക്കൾ. എന്നിട്ട് അവർ ഒരു പുതിയ ഇസ്ലാമിക ആശയമുണ്ടാക്കുവാൻ ശ്രമിച്ചു. അത് എക്കാലത്തും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിനെ എന്താക്കിയിട്ടുണ്ട്, എതിർത്തിട്ടുമുണ്ട്. അതിൻ്റെ പൊള്ളത്തരം മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ മുആവിയൻ മതമാണ് ഇവിടെ മദ്രസകളിൽ പഠിപ്പിക്കേണ്ടതെന്നല്ല. കാരണം എന്താ വെച്ചാൽ അള്ളാൻ്റെ മതം അള്ളാഹ് സംരക്ഷിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ഈ പറഞ്ഞ ശൈത്താനീയത്തും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളും അത് അള്ളാഹ് അതിനെ എതിർക്കുമെന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ദീനുൽ ഇസ്ലാം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പഴയ കാലഘട്ടം മുതൽക്ക് തന്നെ ഇവിടെ സഹാബിമാരിലൂടെയും പിന്നീട് താബീങ്ങളിലൂടെയൊക്കെ രേഖപ്പെടുത്തപ്പെട്ട് അവിടെ വെച്ചത്. ഇമാം അഅ്മശ് റഹിമഹുല്ലനോട് എൻ്റെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഇങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ മഹത്വം ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു 2ാം ഉമർ എന്ന പേരിലും 5ാം ഖലീഫ അഥവാ ഖുലഫാ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ പറ്റൂല എന്നവരെ ചർച്ച ചെയ്ത ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇമാം അഅ്മശ് തിരിച്ചു ചോദിച്ചു, ഫകൈഫ ലൗ അദ്റക്തും മുആവിയ,
അപ്പോൾ ഇവർ മുആവിയൻ്റെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ മുആവിയനെ കുറിച്ച് എന്തേക്കാരം ഇപ്പോൾ ഇവർ പറയാന്നാണ്, ഇവരെന്തായിരിക്കും പറയാന്നാണ്. ശരിക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ മഹത്വം താഴ്ത്തല്ല, അല്ലല്ല, അതിനേക്കാളും മഹത്വം എത്രയോ മുകളിലായിരുന്നു എന്നാ. അപ്പോൾ ഇദ്ദേഹം അവർ ചോദിക്കുന്നുണ്ട് ആമശിനോട്, അതായത് അബ മുഹമ്മദ് യഅനി ഫി ഹിൽമിഹി, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വിവേകത്തെക്കുറിച്ചാണോ നിങ്ങൾ ഈ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ആമഷ് പറയേണ്ടത് ഖാല ലാ വല്ലാഹി ബൽ ഫി അദ്ലിഹി, ബൽ ഫി അദ്ലിഹി, നീതിയുടെ വിഷയമാണ് ഞാൻ പറഞ്ഞതെന്നാണ്. അതായത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ നീതിയെക്കുറിച്ചും മറ്റിങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ അവിടെയാണ് എന്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഈ പറഞ്ഞ CH മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി എന്താക്കുന്നത്, ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ അരിഞ്ഞു വീഴ്ത്തി എന്നൊക്കെയാണ് മൂപ്പര്. ഇയാൾ തള്ളണ തള്ള് സത്യത്തിൽ ചിലപ്പോൾ ഷിയാക്കൾ പോലും എന്താവില്ല, ചിലപ്പോൾ ഇത്ര അതിങ്ങനെ തള്ളിക്കൊള്ളണമെന്നില്ല. ആ നിലക്കാണ് ഇയാൾ എന്താക്കുന്നത് പറയുന്നത്. ഒരു വ്യക്തിയോടുള്ള ദേഷ്യം അത് വെറും സാധാരണ വ്യക്തിയല്ല, റസൂലുള്ളാഹിൻ്റെ സഹാബിമാരുടെ കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളുടെ മാതുലൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള സഹാബിയെക്കുറിച്ചാണ് ഈ രൂപത്തിൽ എന്താക്കുന്നത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഷിയാക്കൾ ധാരാളമായി വ്യാജ കഥകൾ കെട്ടിച്ചമച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ ചരിത്രം എഴുതിയത് തന്നെ ഒരു പരിധിവരെ ഷിയാക്കളായിരുന്നു. ചരിത്രത്തെ മൊത്തം വകമാറ്റി അതിനെ വഴിതിരിച്ചുവിടാനും എല്ലാ കഥകളും കെട്ടിച്ചമച്ചുണ്ടാക്കാനും പ്രത്യേകമായ പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് ആളെ നിർത്തി എല്ലാ കഥകളെ ധാരാളമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത്തരം സ്രോതസ്സുകളാണ് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അതല്ലാതെ അഹ്ലുസുന്ന മൊത്തം സ്വീകരിച്ചു പോകുന്ന അല്ലെങ്കിൽ മുസ്ലിം ലോകം അംഗീകരിച്ചു പോകുന്ന ശരിയായ ചരിത്രത്തിലെ സ്രോതസ്സുകൾ ധാരാളമുണ്ട്. ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അത് ബിദായത്തു നിഹായ പോലെ ഒക്കെയുള്ള ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടു പോകുന്ന ചരിത്രം ശരിയായി രേഖപ്പെടുത്തിയ ധാരാളം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ, അവയൊക്കെ മറികടന്നുകൊണ്ട് ഷിയാക്കൾ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന ചരിത്ര ഗ്രന്ഥങ്ങളെയാണ് ഇവരൊക്കെ പലപ്പോഴും അവലംബിക്കുന്നത്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അലി അള്ളാഹുവിൻ്റെ വഫാത്ത്, അദ്ദേഹം ഷഹാദത്ത്, അതിവിടെ ആരും ചർച്ച ചെയ്യൂല, അതിവിടെ ആരും പറയുകയില്ല, പകരം മുആവിയയെ പറയുന്നു. അതൊക്കെ അദ്ദേഹം സംഘടിപ്പിക്കുകയാണ്, അല്ലാതെ ഇവിടെ ആരും അള്ളാഹിനെ പറയാതിരിക്കുന്നില്ല. ഖലീഫമാരെ പറയുമ്പോൾ അള്ളാഹു നാലാമത്തെ ഖലീഫയായിട്ട് എല്ലാവരും വേണ്ടി പറയുന്നു, അദ്ദേഹത്തിൻ്റെ മഹത്വം പറയുന്നു. പിന്നെ ഒരാൾ ജനനം മരണം എന്നതുകൊണ്ട് ഇസ്ലാമിൽ പ്രത്യേകിച്ചൊരു നിയമങ്ങളോ പ്രത്യേകിച്ച് ആ ദിവസങ്ങൾക്ക് സവിശേഷതയോ ഒന്നുമില്ല. അങ്ങനെ ഒരു സവിശേഷത കൽപ്പിക്കലും യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ രീതിയാണ്. അതായത് അഹ്ലുസുന്നക്ക് അങ്ങനെ ഒരു രീതി ഇല്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ കഥകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിവിടുന്നത്. മാത്രമല്ല ഇയാളുടെയൊക്കെ പല സംസാരങ്ങളും ശ്രദ്ധിച്ചാൽ വളരെ ശക്തമായി ഷിയായിസത്തെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഏജൻ്റായി തന്നെയാണ് അദ്ദേഹം വർത്തിക്കുന്നത് എന്ന് ഒരു സംശയമില്ലാതെ ബോധ്യപ്പെടും. അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളും കേൾക്കുമ്പോൾ അദ്ദേഹം ഷിയാക്കളുടെ ഒറിജിനൽ ഏജൻ്റായി ഇവിടെ നിൽക്കുകയും എന്നിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു പരിഷ്കർത്താവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഹദീസിലേക്ക് ഒന്നും കൂടി ശുദ്ധീകരിക്കാൻ വന്ന ഒരു വലിയ ഒരു മുഹദ്ദിസിൻ്റെ വേഷത്തിലൊക്കെ വന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ശരിയായ ഷിയായിസത്തിലേക്ക് ഇദ്ദേഹം നേർക്കുനേർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഷിയാക്കൾ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു കേരളീയ സാഹചര്യത്തിൽ അവർ വളർന്നു വരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ ശ്രമങ്ങളൊന്നും വേണ്ടത്ര വിജയിച്ചില്ല. ഇവിടെയുള്ള സലഫികൾ അതിനെ കൃത്യമായി ഏത് കാലത്തും എതിർക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ആ അവസ്ഥകൾ പുറത്ത് കാണിച്ചപ്പോൾ ഇവിടുത്തെ ഷിയാക്കൾ ശരിക്കും ഷിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലക്കാണ് ഇപ്പോൾ CM പോലെയുള്ള ആളുകളൊക്കെ വന്നു. ആദ്യം ജമാഅത്ത് ഇസ്ലാമിൽ കുറേ ക്ലച്ച് പിടിക്കുമെന്ന് നോക്കി, ഇല്ല, ഇപ്പോൾ സമസ്തൻ്റെ കൂടെ നിന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഈ ഷിയായിസം കൊണ്ടുവരാൻ നോക്കുമ്പോഴും അവർക്ക് വേണ്ട രൂപത്തിൽ പോലെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇയാളിത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഇതുവരെ കേരളത്തിൽ വന്നിട്ടുള്ള ഏജൻറ്റുമാരാരും പറയാത്ത രൂപത്തിൽ തന്നെ തുറന്നു പറയുന്ന രീതി ഉണ്ടായത്. ഇതിനാരും പേരിട്ടതാണോ? അത് ഇസ്ലാമിക പരിഷ്കരണമാണ്, പരിഷ്കരണം എന്നാണ്. അപ്പോൾ ഈ പരിഷ്കരണം ഇതിൻ്റെ പിന്നാലെ പോണ കുറേ ആളുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയയിസം എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാമല്ല, ഒരിക്കലും ഇസ്ലാമല്ല. ഇവിടെ സഹാബിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സഹാബിമാർ രണ്ടാക്കി തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പോലും എന്തല്ല, പരിശുദ്ധകളല്ല. ശരിക്കും ഇപ്പോൾ ഈ നമ്മൾ കാണിച്ച പ്രസംഗത്തിൽ തന്നെ ശരിക്ക് ഒരു ഖദീജ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും വിലയിരുത്തിക്കൊണ്ടുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ആയിഷ 2000 എന്നാണ്. ആയിഷ 2000 എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തുടക്കം മുതലുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്നൊക്കെ ഇയാൾ പറയുമ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഖലീലായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ ലത്തഖത്തു അബൂബക്കറിൻ ഖലീല എന്നാണ് പറഞ്ഞത്. അതായത് ഖുല്ലത്ത് എന്ന് പറയുമ്പോൾ നബിമാർക്ക് എന്താക്കാൻ പറ്റില്ല, മറ്റാളുകളെ അതെ ആ രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കാതെ പോയത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ പള്ളിയിൽ ഇമാമ് നിർത്തിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ടേ ഇസ്ലാമിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളത്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെക്കുറിച്ച്, അദ്ദേഹം ഖലീഫയായി വന്നതിനെക്കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞത് അബൂബക്കറിൻ്റെ നോമിനി ആയിരുന്നു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത് അത് ഒരു ഭാഗത്ത് ഉമറിൻ്റെ നോമിനി ആയിരുന്നു, മറ്റൊരു ഭാഗത്ത് അതൊരു എലക്ഷനിലൂടെ വന്നതാണ്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു സമ്പൂർണ്ണമായി കൊണ്ടും എലക്ഷനിലൂടെ വന്നയാളാണെന്നാണ് സ്വന്തമാണ് പ്രഖ്യാപിക്കാൻ. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുആവിയ മതം എന്ന് പറഞ്ഞൊരു മതമില്ല, അലി മതം എന്ന് പറഞ്ഞ മതമില്ല. എന്നാൽ CH മുസ്തഫ മതം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മതമുണ്ട്, നമുക്ക് എന്താക്കേണ്ടി വരും, പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിനെ പിന്നെ വികൃതമാക്കാൻ ഇവരെന്നെ എഴുതിയ ചരിത്രം എടുക്കുക, എന്നിട്ട് അതിന് ഇവരെന്നെ മറുപടി പറയുക, എന്നിട്ട് ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെച്ച് പറയുക എന്നുള്ളൊരു സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം ഇങ്ങനെ കേട്ട് പോകുന്നിടത്ത് പിന്നെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പറയുന്ന ആൾക്ക് പറയാൻ പറ്റും. വഹാബിസം എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണ്, അതുകൊണ്ട് തന്നെ സൗദി അത് തിരിച്ചറിഞ്ഞു, സൗദി വഹാബിസത്തെ പുറന്തള്ളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നബിൻ്റെ പേരിൽ കളവ് പറയണ മനുഷ്യന്മാർക്ക് അങ്ങനെ മദീനത്തുൽ ഇൽമി അലിയുൻ ബാബുഹ എന്ന് പറഞ്ഞില്ല അയാൾ, നബിൻ്റെ പേരിലാണ് അയാൾ കളവ് പറഞ്ഞത്. അയാളെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിലെ ഒരു മുഹമ്മദ് ബിൻ സൽമാൻ്റെ പേരിൽ കളവ് പറയുന്നത് എന്ത് പ്രശ്നമുള്ളത്? മുഹമ്മദ് നബിൻ്റെ പേരിൽ കളവ് പറയണക്ക് എന്ത് മുഹമ്മദിൻ്റെ പേരിൽ, ഏത് മുഹമ്മദിൻ്റെ പേരിലും കളവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്ലാമിനെ ഇവർക്ക് തീവ്രവാദമായി തോന്നും. ഇസ്ലാമിനെ പൊളിക്കാൻ വന്നിട്ടുള്ള ഏജൻറ്റുമാരെ മൊത്തത്തിൽ ഇവർക്ക് അവരുടെ നല്ല മനുഷ്യന്മാരായിട്ടും ഇമാമുമാരായിട്ടും എന്താവും ഓല് കാണും. അതിൽ നമ്മളെന്താക്കേണ്ടതില്ല, യാതൊരു അതിനൊരു ആ നിലക്ക് നമ്മൾ കാണേണ്ടതില്ല എന്ന് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ അവരുടെ തനിനിറം പുറത്ത് വലിച്ചു കൊണ്ടിരുന്ന യഥാർത്ഥത്തിൽ വഹാബികളാണ്. അതുകൊണ്ട് തന്നെ ആ വഹാബികൾ എന്തായിരുന്നാലും മോശക്കാരാക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ശരിക്കും ഇവരുടെ അജണ്ട ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണെന്നുള്ളതിന് ഇപ്പോൾ ഇസ്ലാം പറഞ്ഞ ഹലാലുകളും ഹറാമുകളും അതിൻ്റെ എല്ലാം ലംഘിച്ചുകൊണ്ട് എല്ലാ ഹറാമും ഒരു പരിധി വരെയൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്കാണ് ഇവരുടെയൊക്കെ സംസാരം പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ എം എൻ അതിൻ്റെ ഒരു ഭാഗം ചർച്ചയ്ക്ക് എടുത്തതാണ്. ഒരു പരിധി വരെയല്ല, ഷിർക്ക് ഇവർക്ക് ഹലാലാണ്, അതുപോലെ തന്നെ വ്യഭിചാരം ഇവർക്ക് ഹലാലാണ്, അതുപോലെ തന്നെ പലിശ ഹലാലാണ്. ഇസ്ലാം എന്താണ് പറയുക, മഹാപാപങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണിയിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണ് ഇവർക്ക് ഹലാലില്ലാത്തുള്ളത്? അതൊക്കെ മറ്റു പേരുകളിൽ അവരെന്താക്കുന്നു, ഹലാലാക്കുന്നു എന്നതാണ്. എന്നിട്ട് അതിനൊരു ദീനിൻ്റെ മുഖം കൊടുക്കുകയും ചെയ്യുന്നത് പരിഷ്കരണം. അപ്പോൾ പരിഷ്കരണം കാരണം ഹദീസിൻ്റെ പുതിയ വായന, പുതിയ കാലത്തെ വായന എന്നൊക്കെയാണ് അതിനവർ പേര് പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കാണാം, അതായത് ഒരു പാവപ്പെട്ട മരിച്ചാൽ അയാളെ മറമാടൽ ഒരു ബാധ്യതയാണല്ലോ. അപ്പോൾ ആ ഖബറിന് പൈസ വാങ്ങലാണ് പലിശ. പരിഷ്കരണമാണ്. അതായത് നമ്മൾ പിന്നെ എല്ലാ വിഷയങ്ങളിലും നമ്മളെല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ ഇസ്ലാം കൃത്യമായി ഓരോ കാര്യങ്ങളിലും അതിൻ്റെ പ്രമാണം വളരെ വ്യക്തമായി ആർക്കും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രമാണങ്ങളിലേക്ക് മടങ്ങുകയും അത് പഠിപ്പിച്ചിടത്ത് നിലനിൽക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ ഇഹപര വിജയത്തിനുള്ള വഴി. അത് വ്യക്തികളാണെങ്കിലും സംഘങ്ങളാണെങ്കിലും അവരുടെ ആദർശങ്ങളാണെങ്കിലും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു, സ്വഹാബത്ത് എങ്ങനെ അതിനെ ഉൾക്കൊണ്ടു, അതിലേക്ക് തിരിച്ചു നടക്കുന്നിടത്ത് തീർച്ചയായും നമുക്ക് സത്യത്തെ കണ്ടെത്താനും അതുവഴി നീങ്ങാനും സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ